പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉമ്മാടെ മുഖത്തേക്ക് ചുമ്മാ നോക്കിയാൽ മതി, പ്രതിഫലമാണ്. വെറുതെ നോക്കിയാൽ മതി, ഒരു പൈസ ഉമ്മാക്ക് കൊടുക്കണ്ട. നോക്കുമ്പോ നോട്ടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. കണ്ണുരുട്ടി നോക്കട്ടല്ല, ഉമ്മായി വരട്ടലല്ല, അല്ലാത്തൊരു നോക്ക, സിമ്പതിയുടെ നോട്ട്, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ആർദ്രതയുടെ നോട്ട്. അത് നോക്കിയാൽ അവർക്ക് ഭയങ്കര. ഇപ്പൊ ഞാൻ നടത്തുന്ന സ്നേഹസാഗരത്തില് കുറെ ഉമ്മമാരും കുറെ അമ്മമാരുണ്ടല്ലോ. ഞാനും മാസത്തിൽ ഒരു ദിവസമൊക്കെ അവിടെ പോകുള്ളൂ, ബാക്കിയൊക്കെ നോക്കാനൊക്കെ അവിടെ ആളുണ്ട്, അവിടെ ശമ്പളമൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാണ്. പക്ഷെ ഞാനവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഉമ്മമാരടുത്തിരുന്ന് 2 പാട്ടൊക്കെ പാടി, ഉമ്മമാരെ അടുത്ത് കുറച്ചു നേരം ചെന്നിരുന്ന്. അപ്പോൾ ചെല്ലുമ്പോൾ എല്ലാ ഉമ്മമാരും പറയും എനിക്ക് തലവേദനയാണ്, എനിക്ക് ഉറക്കമില്ല, ഉസ്താദ് ഒന്ന് മന്ത്രിച്ച് തരണം, വെള്ളം തരണം തലയ്ക്ക്. ചുമ്മാ വെറുതെ ഒന്ന് ഒരു എന്തെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹ് സഹായിക്കും. ഭയങ്കര സന്തോഷമാണ് അവർക്ക്. ഇൻഷാ അല്ലാഹ് ഉമ്മാ വിഷമിക്കണ്ട, ഇന്നത്തെ മജ്‌ലിസ് നിങ്ങൾക്ക് ദുആ ചെയ്യും എന്നൊക്കെ പറയും. ഉമ്മാമൊക്കെ ഭയങ്കര സന്തോഷമാവും, ഭയങ്കര സ്നേഹമല്ലേ അവർക്ക്. ഈ അടുത്തൊരാൾ ഗൾഫിൽ നിന്ന് അങ്ങനെ തന്നെ ലഗേജ് കൊണ്ടുവന്നിട്ട് സ്നേഹസാഗരത്തിലെ രോഗികളെ മുഴുവനും വിളിച്ച് ചുരുത്തിട്ട് പൊട്ടിച്ചു. പടച്ചവനെ, ഹൃദയം തകർന്നു പോയ കാഴ്ചയായിരുന്നു അത്. കാണണം. ഷിറാസി എന്നാണ് ആ സഹോദരന്റെ പേര്, തിരുവനന്തപുരം ജില്ലക്കാരനാണ്. അപ്പൊ അദ്ദേഹവും ഫാമിലിയും പിന്നെ എവിടെയാണ്, റിയാദിലാണ്. അപ്പോൾ ഭാര്യയും മക്കളും അദ്ദേഹവും വന്നപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ ഇവർക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നു. നേരെ എയർപോർട്ടിൽ നേരെ സ്നേഹസാഗരത്തിൽ വന്നു. രോഗികളെ ചുറ്റുവരുത്തിയിട്ട് പെട്ടി പൊട്ടിച്ചു. ഞാനും പോയി, എന്നെ വിളിച്ചിരുന്നു, ഉസ്താദ് ഞങ്ങൾ ഇങ്ങനെ പോവാണ്, ഉസ്താദ് വരണം. എന്നിട്ട് എല്ലാവർക്കും കള്ളിത്തുണി കൊടുക്കുന്നു, അതുപോലെ ടീഷർട്ട്, പിന്നെന്താ തസ്ബീ, ഈത്തപ്പഴം, അങ്ങനെ വേണ്ട അത്തറ് ഒക്കെ ഇങ്ങനെ വിതരണം നടത്തുമ്പോൾ എല്ലാവരും. ഒരു ഉപ്പ എന്നോട് പറഞ്ഞത്, എൻ്റെ ഇളയ മോൻ ഇങ്ങനെ കൊണ്ടുവന്ന് പൊട്ടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. പടച്ചവനെ, അവരൊക്കെ ഞങ്ങളെ ചെലവിലല്ലേ കഴിയണം പ്രിയപ്പെട്ട, എന്നവർക്ക് നോക്കാൻ ആരുമില്ല. ഓടയിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞു അവരെ. ഇങ്ങനെയുള്ള ചാരിറ്റിയുടെ പ്രവർത്തകരെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരണം. ഇല്ലെങ്കിൽ രണ്ടത്താണിയിലും ഇതുപോലെ അഭയം തേടി ആളുകൾ അലഞ്ഞു തിരിയേണ്ടി വരും. ഞാനിവിടുത്തെ തർബിയത്തിന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നത്, അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഏതെങ്കിലും ഉപ്പാക്കോ ഉമ്മാക്കോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, പ്രസംഗത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ എന്നെ വിളിക്കേണ്ടത്, ഈ വിഷയം പറയാൻ വേണ്ടി നിങ്ങൾ വിളിക്കണം. ജുനൈദിനെ വിളിക്കാം, ഉസ്താദിനെ വിളിക്കാം, അബ്ദുൽ നാസർ യമാനി ഉസ്താദിനെ വിളിക്കാം. വിളിച്ചിട്ട് പറയണം, ഇങ്ങനെയാണ് ബാക്കവി, ഇവിടെ ഒരു ഉമ്മ ഉണ്ട്, പിന്നെ എവിടാണെന്നൊന്നും അറിയില്ല, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഉപ്പയുണ്ട്, ശരീരമൊക്കെ ഭയങ്കര ദുർഗന്ധാണ്, ആകെ കാലൊക്കെ പഴുത്തിറക്കിയാണ്, ഒരു രക്ഷയില്ല. അത് ഹിന്ദു മുസ്ലിം അങ്ങനൊന്നുമില്ല. നിങ്ങളുടെ തർബിയത്ത് അവരെ ഏറ്റെടുത്തിട്ട് എന്നെ വിളിച്ചാൽ മതി. അവരെ സന്തോഷത്തോടെ കൊണ്ടുപോയി പൊന്നുപോലെ ഞങ്ങൾ നോക്കും ഇൻഷാ അല്ലാഹ്.